നമസ്കാരം. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളാണ്. എറണാകുളം ജംഗ്ഷൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജംഗ്ഷനുകൾ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വൈറ്റില ജംഗ്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ഇടപ്പള്ളി ജംഗ്ഷനാണ്. തിരക്കേറിയ, വൈറ്റിലയേക്കാളും തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് ഇടപ്പള്ളി ജംഗ്ഷൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ലുലു മാളിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ കാഴ്ചകളിലേക്ക് നമുക്ക് നേരെ പോവാം. ഈ കാണുന്നതാണ് ലുലു മാൾ. ഇടപ്പള്ളിയുടെ മുഖച്ഛായ മാറ്റിയ ഒരു സ്ഥാപനമാണ് ഈ ലുലു മാൾ. ഈ ലുലു മാളാണ് ഈ കാണുന്നത്. ഇതാണ് അംബിസാമി. ഇടപ്പള്ളി ജംഗ്ഷന്റെ പ്രത്യേകത NH 66, അതായത് NH പഴയ NH 17, NH 544, അതായത് പഴയ NH 47 കൂടിച്ചേരുന്ന ജംഗ്ഷനാണ്. ഇതാണ് ഇടപ്പള്ളി മെട്രോ സ്റ്റേഷൻ. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലുലു മാളിൽ ഇറങ്ങാനായിട്ട് നടക്കുന്നത് ഇടപ്പള്ളി തോട്ടിലും കുറുകെയുള്ള പാലത്തിലൂടെയാണ്. ഈ നടപ്പാത ചെന്ന് അവസാനിക്കുന്നത് ലുലു മാളിൻ്റെ എൻട്രൻസിലാണ്. അതായത് NH 544 സൈഡിലൂടെയുള്ള എൻട്രൻസിൽ നമുക്ക് ഇതിലെയാണ് നടന്ന് ലുലുവിൻ്റെ അകത്തേക്ക് പോകേണ്ടത്. ഇനി നമുക്ക് കാറിൽ ഈ റോഡിലൂടെ അല്ലെങ്കിൽ ഈ ജംഗ്ഷനിലൂടെ ഒന്ന് വലം വെച്ച് വരാം. നമ്മൾ ലുലുവിൽ നിന്ന് ഇറങ്ങി നേരെ പോയി ഒരു U-ടേൺ എടുത്ത് ലുലുവിൻ്റെ സൈഡിലൂടെയുള്ള പാലം കഴിഞ്ഞ് NH 66 കയറി. ഇത്തിരി സ്പീഡിൽ ഓടിച്ചാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. കാരണം നിരങ്ങിയാണ് വണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും ഒന്ന് U-ടേൺ എടുക്കുകയാണ്. ഈ സ്ഥലത്താണ് ഇടപ്പള്ളിയിലെ തിരക്ക് കുറയ്ക്കുന്നതിനുള്ള അണ്ടർപാസിൻ്റെ പണി നടക്കുന്നത്. എല്ലാം ഏതു നേരവും ബ്ലോക്കാണ് ഈ വഴിയിൽ. നോക്കാം, ഒരു കുടുംബം അതിനിടയ്ക്ക് ബൈക്കിൽ വന്ന് പെട്ടുപോയി. ഒരു ആംബുലൻസ് ഇപ്പോൾ കടന്നുപോയി. അങ്ങനെ നമ്മൾ പതിയെ നിരങ്ങി നിങ്ങളെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ പതിയെ നിരങ്ങി നമ്മൾ വീണ്ടും NH 66 മുമ്പിലൂടെ, അതായത് അംബിസാമിയുടെ ആ ജംഗ്ഷനിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ഈ കാണുന്ന വലത് സൈഡിൽ കാണുന്നതാണ് നമ്മൾ ആദ്യം തുടങ്ങിയ സ്ഥലം, ലുലു മാൾ. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇടപ്പള്ളി ജുമാ മസ്ജിദ്. ഇവിടുത്തെ പേര് കേട്ട ഒരു പള്ളിയാണ്. ഇവിടെ നമുക്ക് വീണ്ടും തിരിച്ച് ആ വഴിയിലൂടെ പോകാം. ഇവിടെ ചേരാനെല്ലൂരേക്ക് പോകുന്ന റോഡാണത്. അവിടെ വലിയൊരു ജംഗ്ഷനുണ്ട്. അതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ പണിയൊക്കെയാണ് നമ്മളീ കാണുന്നത്. നമ്മളിപ്പോൾ ഈ പോയിട്ട് കറങ്ങി വന്നത് NH 66 തന്നെയാണ് കേട്ടോ. NH 66 നമുക്ക് ലുലു മാളിലേക്ക് കയറാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ആ ജുമാ മസ്ജിദ് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് NH 66 സൈഡിലൂടെ ലുലുവിലേക്ക് കയറുന്നതിനുള്ള വഴി. ഇതിലെ അകത്തേക്ക് നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കും. ലുലു മാളിൻ്റെ അകത്തേക്ക് NH 66 ഇത് ആ എൻട്രൻസിന് തൊട്ടിപ്പുറത്തുള്ള ചില കടകളൊക്കെയാണ്. നമുക്കിവിടെ നിന്നത് കാണാം. ദൂരെ മെട്രോയും ഫ്ലൈ ഓവറും ഒക്കെ നമുക്ക് കാണാം. വണ്ടികൾ നിരങ്ങി നീങ്ങുന്നത് കാണാം. വീണ്ടും നമ്മൾ ഇനി ചങ്ങമ്പുഴ പാർക്ക് കാണുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു U-ടേൺ ഒക്കെ എടുത്ത് ഒരു ചെറിയ റോഡിലൂടെ നമ്മൾ വീണ്ടും NH 66 അതായത് ജംഗ്ഷൻ്റെ ഇടത്ത് സൈഡിൽ വന്ന് കയറാനുള്ള ഒരു ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ NH 66 സർവീസ് റോഡിൽ കയറി ഈ സൈഡിൽ കാണുന്ന ഒരു ഫ്ലൈ ഓവറാണ്, വാക്ക് വേ ആണത്. സർവീസ് റോഡിലൂടെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്ക് KLM മാക്സ്വയുടെ ബിൽഡിങ്, ഒബ്രോൺ മാള്, ദേപ്പുട്ട് ആദ്യമായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. മെയിൻ റോഡിലൂടെ ഈ തിരക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നും നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുകയാണ്. മെയിൻ റോഡിലേക്ക് കയറി നമ്മൾ ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഒബ്രോൺ മാൾ. പഴയ ലുലു വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു വലിയ മാളായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും
പുരോഗതിയുടെ പാതയിലാണ്. ധാരാളം തിയേറ്ററുകൾ, റിലയൻസിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങൾ എല്ലാം ഈ ഒബ്രോൺ മാളിലുണ്ട്. നല്ല തിയേറ്ററുകളൊക്കെയാണ് ഒബ്രോൺ മാളിലുള്ളത്. ഇതാണ് പാടിവട്ടം. പാടിവട്ടത്ത് നമ്മൾ യൂ ടേൺ എടുത്ത് വീണ്ടും നമ്മൾ ഇടപ്പള്ളി ജംഗ്ഷനിലേക്ക് തിരിയാണ്. ഇവിടെ യൂ ടേൺ എടുക്കുക. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മാറി നിന്നു. ഈ വലത്ത് സൈഡിൽ കാണുന്നതാണ് ഒബ്രോൺ മാൾ. പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ അയോവ, ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് ഇതൊക്കെ ഇവിടെയാണ്. ഏഷ്യാനെറ്റ് ഓഫീസൊക്കെ ഇതിന് മുകളിൽ കാണുന്നു. ഇത് പാടിവട്ടം ജംഗ്ഷനിലാണ് നമ്മൾ യൂ ടേൺ എടുത്ത് വരുന്നത് കേട്ടോ. എറണാകുളം ബൈപ്പാസിലൂടെയുള്ള യാത്രയാണ്. ഇവിടെയാണ് എടപ്പള്ളി ബൈപ്പാസിലെ എടപ്പള്ളി ജംഗ്ഷനിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി പുതിയതായിട്ടുണ്ടാക്കുന്ന അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷനാണ് ഈ നടക്കുന്നത്. ഈസ്റ്റേൺ ഗ്രൂപ്പിൻ്റെ കെട്ടിടമാണ് ഈ കാണുന്നത്. ഈസ്റ്റേൺ മീരാൻ എന്ന് എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. മീരാൻ ഗ്രൂപ്പ്, ഈസ്റ്റ് സുനിദ്ര, ഇതൊക്കെ ഇവിടെയാണ്. ഇടത് സൈഡിൽ കിയയുടെ ഷോറൂം. മുമ്പിൽ കാണുന്ന ഈ ഫ്ലൈ ഓവറിൽ അല്ലെങ്കിൽ ഈ വാക്വേയിൽ നമുക്കൊന്ന് കയറി നോക്കാം. ഇടപ്പള്ളിയിലെ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. തിരക്ക് അങ്ങ് ദൂരെ കാണുന്നതാണ് ഇടപ്പള്ളി ജംഗ്ഷൻ. വൈറ്റിലയിൽ നിന്ന് വരുന്ന NH66 നമ്മൾ ഇപ്പം ഇടപ്പള്ളി ജംഗ്ഷനിലേക്ക് നോക്കിയതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം. ഇടപ്പള്ളിയിലെ ഇട റോഡുകളിലൂടെ നമ്മൾ ചങ്ങമ്പുഴ പാർക്ക് നോക്കി പോകുന്നതാണ് കേട്ടോ. അതേ കാണുന്നതാണ് റോയൽ ഇൻ, ആയങ്കരിസ് റോയൽ ഇൻ, സെൻറ്റ് ജോർജ് ഫൊറാനെ ചർച്ച്. ഇടപ്പള്ളി പള്ളിയുടെ ഇവിടെ നിന്നുള്ള എൻട്രിയാണ് ഈ കാണുന്നത്. പള്ളി നമുക്ക് കാണാം. ആദ്യം നമുക്ക് പാർക്കിൽ പോയി വരാം. പറയുന്നു സെൻറ്റ് ജോർജ് പരീഷ് ഹാൾ. ഇന്ന് നമ്മൾ NH540 ബൈപ്പാസിൽ നിന്നും നമ്മൾ NH544 കയറിയതാണ്. ഇത് നേരെ എറണാകുളത്തേക്ക് ഹൈക്കോടതിയിലേക്ക് എത്തപ്പെടുന്നു. ഇവിടെ നമുക്ക് യൂ ടേൺ എടുക്കാം. ഇതാണ് മോഡേൺ ബ്രിഡിൻ്റെ ഓഫീസും സ്ഥാപനങ്ങളും ഒക്കെ ഇതാണ്. ഇതാണ് ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷൻ. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷൻ. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ചങ്ങമ്പുഴ പാർക്ക്. കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ് ചങ്ങമ്പുഴ പാർക്കും. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രമൊക്കെ പക്ഷേ 4 മണിക്കേ തുറക്കുകയുള്ളൂ. നമുക്ക് ലൊക്കേഷൻ ഒന്നും കാണാവില്ല. ചങ്ങമ്പുഴ പാർക്ക്, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം. ഇത് NH544 സൈഡിലാണ് കേട്ടോ. ചങ്ങമ്പുഴ പാർക്കിലെ കാഴ്ചകളാണ് കേട്ടോ. കുട്ടികൾക്കുള്ള പാർക്കിൻ്റെ കാഴ്ചകളാണ്. ഇത് ദേവൻകുളങ്ങര ജംഗ്ഷനാണ്. ചങ്ങമ്പുഴ പാർക്കിന് സമീപമുള്ള ദേവൻകുളങ്ങര ജംഗ്ഷനിൽ നിന്നും നമ്മൾ വീണ്ടും വന്ന് NH ഹൈവേയിൽ കയറി സൈഡിൽ മെട്രോ പില്ലറും മെട്രോ പാലവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചങ്ങമ്പുഴ ഇട റോഡിലൂടെയുള്ള യാത്രയിൽ വീണ്ടും നമ്മൾ ആ മെയിൻ റോഡിലേക്ക് എത്തി കേട്ടോ. ഈ ഇടപ്പള്ളിക്ക് ഇടപ്പള്ളി എന്നുള്ള പേര് കിട്ടിയത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം?
2-3 അഭിപ്രായങ്ങളുണ്ട്. ഒരഭിപ്രായം, ഈ സ്ഥലമുണ്ടല്ലോ പണ്ട് കൊച്ചി രാജ്യവും വടക്കുംകൂർ ദേശത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് പോലും ആ പേര് വന്നത്. റോമൻ കാത്തലിക്സിൻ്റെ ഏറ്റവും പഴയ പള്ളികളിലൊന്നാണ്. ഇതാണ് 6-ാം നൂറ്റാണ്ടിൽ പണികഴിക്കപ്പെട്ട, പിന്നീട് പുതുക്കിപ്പണതാണ് കേട്ടോ, 6-ാം നൂറ്റാണ്ടിലൊക്കെ പണികഴിക്കപ്പെട്ട ഇടപ്പള്ളി പള്ളി. ഇപ്പോൾ ഒരു കല്യാണത്തിനുള്ള ഒരുക്കങ്ങളും ഫോട്ടോഗ്രാഫികൾ പരിപാടികളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. കല്യാണങ്ങൾ. ഈ സെൻറ്റ് ജോർജ് ഫൊറാന പള്ളി 2 രാജ്യങ്ങൾക്കിടയിൽ, കൊച്ചി രാജ്യത്തിനും വടക്കുംകൂർ ദേശത്തിനും ഇടയിൽ ഉള്ളതുകൊണ്ട് ആണ് ഇടപ്പള്ളി എന്ന് പേര് വന്നതെന്നും ഒരു ചൊല്ലുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ അടുത്തത് കൊട്ടാരത്തിൽ ഗണപതിയെ കാണാനുള്ള പോക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സെൻറ്റ് ജോർജ് ഫൊറാന പള്ളിയുടെ പുറകുവശത്താണ് കൊട്ടാരത്തിൽ ഗണപതി. നമ്മൾ അങ്ങോട്ടൊരു ഷോർട്ട് കട്ട് കയറി പോയതാണ്, പക്ഷേ അവിടെ റോഡ് ബ്ലോക്കായിരുന്നു. അപ്പോൾ വീണ്ടും ഗണപതി കോവിലേക്ക് ഒരു ഷോർട്ട് കട്ട് എടുത്ത് പോയതായിരുന്നു, പക്ഷേ അവിടെ റോഡ് ബ്ലോക്കാണ്. വീണ്ടും തിരിച്ച് നമ്മൾ ഹൈവേയിൽ കയറി കൊട്ടാരത്തിൽ ഗണപതി കോവിൽ ഒന്ന് കണ്ടുവരാം. ഇതാണ് എടപ്പള്ളി മേൽപ്പാലവും എടപ്പള്ളി ജംഗ്ഷനും എടപ്പള്ളി മെട്രോയും ഒക്കെ പോകുന്ന സ്ഥലമാണ്. ഈ ജംഗ്ഷനിലാണ് നമ്മൾ ലുലു മാള് ഇരിക്കുന്നത്. ഇതാണ് അമ്പിസ്വാമി, വീഡിയോയുടെ ആദ്യം കാണിച്ചിരുന്നു. വീണ്ടും നമ്മൾ ഒരു കറക്കമൊക്കെ ഇറങ്ങി ലുലു മാളിലെത്തി. ബസ് കാത്ത് നിൽക്കുന്ന ഈ ജുമാ മസ്ജിദാണ് ഈ കാണുന്നത്. 3 റിലീജിയസ് കേന്ദ്രങ്ങൾ, 3 റിലീജിയസ് സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. എടപ്പള്ളി പള്ളിയാണ് അതിൽ ഏറ്റവും ഫേമസ് എന്ന് എനിക്ക് തോന്നുന്നു. എടപ്പള്ളി ജുമാ മസ്ജിദ്, പിന്നെ കൊട്ടാരത്തിൽ ഗണപതി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. കൊച്ചിൻ രാജാവിൻ്റെ ക്ഷേത്രമായിരുന്നു അത്. നിരവധി സ്ഥാപനങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, KPC, അപ്പുറത്ത് ചേരാനെല്ലൂർ എന്ന് പറയുന്ന ഒരു വലിയ ജംഗ്ഷനുണ്ട്. അതിലേക്കുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ പണിയാണ്, അല്ലെങ്കിൽ അതാണിപ്പോൾ ഇവിടെ ഈ കാണുന്നത്. ഒരു കേട്ട റോഡ് പിടിച്ച് ഇതാണ് എടപ്പള്ളി മഹാഗണപതി ക്ഷേത്രത്തിലേക്കുള്ള വഴി. ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. കൊട്ടാരത്തിൽ ഗണപതി എന്നും ഗേറ്റ് തുറന്ന് അകത്ത് കയറിയാലേ ക്ഷേത്രത്തിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ. രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ് ഇവിടെ. മെട്രോ പില്ലർ 432 നിന്ന് തിരിഞ്ഞാൽ ഗണപതി കോവിലേക്ക് എത്താം കേട്ടോ. ഇനി നമ്മൾ മെയിൻ റോഡിൽ വന്ന് കയറി, NH വന്ന് കയറി. ഈ ഇടപ്പള്ളി പള്ളിയുടെ തൊട്ട് പുറകിലാണ് കൊട്ടാരത്തിൽ ഗണപതി കോവിൽ. നമ്മളെ എടപ്പള്ളി ഓവർബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടത്ത് സൈഡിൽ ലുലു മാളും വലത്ത് സൈഡിൽ ഗോപു നന്ദലത്തുമാണ്. ഇനി നമ്മൾക്ക് നേരെ ഇടപ്പള്ളി ടോളിലേക്ക് പോവാം, ടോൾ ജംഗ്ഷൻ. അവിടെ കൊണ്ട് ഇടപ്പള്ളി ജംഗ്ഷൻ്റെ കാഴ്ചകൾ അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഒരു യൂ ടേൺ എടുത്തു. ഇനി ടോളിലേക്ക് എത്തുകയാണ്. ടോളിൽ നിന്ന് നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞാൽ കാക്കനാട്, തൃക്കാക്കര ആ വഴിക്ക് പോകാം. ഇതാണ് എടപ്പള്ളി ടോൾ ജംഗ്ഷൻ. ഓക്കെ, ഈ വഴി നമുക്ക് ഇന്ന് വീഡിയോ കാക്കനാട്ടേക്ക് എടുക്കാനായിട്ട് തൃക്കാക്കരയ്ക്ക് സഹായത്തിന് വന്നത് എൻ്റെ മകനാണ് കേട്ടോ. ഇടപ്പള്ളി ടോളിൽ വെച്ച് നമ്മുടെ ഇടപ്പള്ളി എറണാകുളം ജംഗ്ഷനുകളിലെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ജംഗ്ഷനും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.